കായംകുളം നഗരസഭയിലെ മൊബൈൽ മാലിന്യ സംസ്കരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പച്ചക്കള്ളമാണ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ AP ഷാജഹാൻ പറഞ്ഞു. അടിയന്തര ഘട്ടങ്ങളിൽ തന്നിൽ അർപ്പിതമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തികൾ നടത്തി ലക്ഷങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ള അമിതമായ ആവേശമാണ് നഗരസഭാ ചെയർപേഴ്സൺ കാണിച്ചിട്ടുള്ളതെന്നും AP ഷാജഹാൻ പറഞ്ഞു. കായംകുളം നഗരസഭയിലെ മൊബൈൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പച്ചക്കള്ളമാണ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതെന്ന് DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ AP ഷാജഹാൻ പറഞ്ഞു. LDFിന്റെ കൗൺസിലർമാർക്ക് മുൻതൂക്കമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെ അറിയിക്കാതെയും ആലോചിക്കാതെയും അംഗീകാരം വാങ്ങാതെയുമാണ് നഗരസഭാ ചെയർപേഴ്സൺ നഗരസഭാ സെക്രട്ടറിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കൊള്ള കടലാസ് കമ്പനിയുമായി ചേർന്ന് നടത്തിയിട്ടുള്ളതെന്നും ഷാജഹാൻ പറഞ്ഞു. 2 മാസത്തിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുവാൻ നഗരസഭാ കൗൺസിൽ ചെയർപേഴ്സണെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ തന്നിൽ അർപ്പിതമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നടത്തി ലക്ഷങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ള അമിതമായ ആവേശമാണ് നഗരസഭാ ചെയർപേഴ്സൺ കാണിച്ചിട്ടുള്ളതെന്നും AP ഷാജഹാൻ ആരോപിച്ചു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭൗമ എൻവയോൺമെന്റ് എന്ന സ്ഥാപനവും പാസ എന്റർപ്രൈസസ് എന്ന സ്ഥാപനവുമാണ് മൊബൈൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കായംകുളം നഗരസഭാ ചെയർപേഴ്സണെ സമീപിച്ചത്. ഇത് രണ്ടും ഒരേ കമ്പനിയാണ്. ഭൗമയ്ക്ക് അതുകൊണ്ട് തന്നെ ടെൻഡർ ഉറപ്പിക്കുകയും പാസ എന്റർപ്രൈസസ് എന്ന കമ്പനിക്ക് അവരുടെ പാൻ കാർഡ് ഉപയോഗിച്ച് 27 ലക്ഷം രൂപ നൽകുകയും ചെയ്തു. ഇത് രണ്ടും ഒരേ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും AP ഷാജഹാൻ പറഞ്ഞു. CDN ന്യൂസ്, കായംകുളം.